നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുന്നത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഭഗവാന്റെ തിരുമുന്നിലേക്കാണ്. വിഷ്ണു ഭഗവാന്റെ തിരുമുന്നിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ആ അമ്പലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ കേൾക്കുന്ന ഒരു മന്ത്രമുണ്ട്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്ന 4 വരി മന്ത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വിഷ്ണു സഹസ്രനാമം വെറും ഒരു നാമം അല്ലെങ്കിൽ ഒരു മന്ത്രം മാത്രമല്ല, അത് ഒരു പോസിറ്റീവ് ഊർജം കൂടിയാണ്. വിഷ്ണു സഹസ്രനാമത്തിന് എന്താണ് ഇത്രയധികം പ്രാധാന്യം? ഭഗവാന്റെ 1000 നാമങ്ങൾ അടങ്ങിയ ഈ മന്ത്രം എല്ലാവർക്കും ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഇത് ജപിക്കുന്നവർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് നോക്കാം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ നാമജപം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറെ സുപരിചിതമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 1000 പേരുകൾ ഉച്ചരിച്ചുകൊണ്ടുള്ള ഈ സ്തുതിയാണ് വിഷ്ണു സഹസ്രനാമം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൃതിയാണെന്ന് ഇത് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ലോകത്തിലെ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത്? നിങ്ങൾക്കറിയാമോ? ശംഖുചക്ര ഗദാധാരിയായ മഹാവിഷ്ണുവിന്റെ രൂപത്തെ വർണ്ണിക്കുന്ന രീതിയിലാണ് വിഷ്ണു സഹസ്രനാമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭഗവാന്റെ 1000 നാമങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബുദ്ധി, ധൈര്യം, ജ്ഞാനം തുടങ്ങിയവ പ്രദാനം ചെയ്യുന്നതിനായി വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുധിഷ്ഠിരൻ ശരശയ്യയിൽ മരണവും കാത്തുകിടക്കുന്ന ഭീഷ്മാചാര്യരെ കണ്ടു വണങ്ങി അനുഗ്രഹം ചോദിച്ചു. ആ അവസരത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. അതിനാൽ തന്നെ വിഷ്ണുവിന്റെ മഹത്വത്തെ ഇവിടെ വർണ്ണിക്കുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിൽ കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. വേദവ്യാസൻ സ്വയം രചിച്ചതായ മറ്റു വിഷ്ണു സഹസ്രനാമങ്ങൾ പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും മറ്റും ഉണ്ടെങ്കിലും മഹാഭാരതത്തിന്റെ ഭാഗമായ വിഷ്ണു സഹസ്രനാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ഷേത്രങ്ങളിൽ പുലർച്ചെ വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തി വരാറുണ്ട്. കാര്യസിദ്ധിക്കും വിജയത്തിനും വേണ്ടി വിഷ്ണു സഹസ്രനാമം നിത്യവും രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ വളരെ നല്ലതാണ്. കുളിച്ചു വൃത്തിയായി ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് വേണം ഈ നാമം ജപിക്കാൻ. ഇനി ഇത് ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. ഭയം, ടെൻഷൻ, നെഗറ്റീവ് ചിന്തകൾ എന്നിവയെല്ലാം കുറയാൻ സഹായിക്കും. വീട്ടിൽ നമുക്ക് ഐശ്വര്യവും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഈ 1000 നാമങ്ങൾ ഒന്ന് മനസ്സിരുത്തി തെറ്റുകൂടാതെ ഒന്ന് ചൊല്ലി നോക്കൂ. ഒരു 20 മിനിറ്റ് സമയം ഭഗവാന്റെ അടുത്ത് ഇരുന്ന് ഭഗവാന്റെ ഈ 1000 നാമങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മിക്ക പ്രശ്നങ്ങളും നമുക്ക് തീർന്നു കിട്ടുന്നതാണ്. ഇതിൽ നിന്നും പാപക്ഷയം, പുണ്യം എന്നിവ ലഭിക്കുമെന്നും പുരാണങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാമം ജപിക്കാനിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി ഇരിക്കുന്നിടത്ത് എണീറ്റു പോകരുത്. നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ ഒരു 20 മിനിറ്റ് സമയം അതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തുക. ജപിച്ച ശേഷം അത് മുറിച്ച് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എണീറ്റു പോകരുത്.
ഉറങ്ങുന്നതിനു മുമ്പ് കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ മനസ്സിന് വളരെ വലിയ ആശ്വാസം കിട്ടും. എത്ര നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ പോലും ഇത് ബുക്ക് നോക്കി തന്നെ തെറ്റാതെ ചൊല്ലുന്നതാണ് വളരെ നല്ലത്. ഭഗവാന്റെ ഒരു നാമമാണെങ്കിൽ പോലും അത് തെറ്റിപ്പോയാൽ അത് ഒരു പാപമല്ലേ? ജോലി തിരക്കിൽപ്പെട്ട് പലപ്പോഴും വിഷ്ണു സഹസ്രനാമ ജപത്തിന് പലർക്കും സമയം കിട്ടാറില്ല. അങ്ങനെ ദിവസവും ചൊല്ലാൻ സമയം കിട്ടാത്തവർ വ്യാഴാഴ്ച ദിവസമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഇനി ഇതിന് പകരമായി ഈ പറയുന്ന മന്ത്രം ദിവസവും 3 തവണ ജപിച്ചാൽ വിഷ്ണു സഹസ്രനാമ ജപം പൂർണ്ണമായി ചൊല്ലുന്നതിന് തുല്യമാണ്. മന്ത്രം ഇതാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ഇത് നിത്യവും രാവിലെയോ വൈകിട്ടോ 3 തവണ ശുദ്ധിയായി ഇരുന്ന് ജപിക്കുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ടോ? ഇത് ജപിച്ചു തുടങ്ങിയ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഒന്ന് കമന്റായി ഇടാമോ? വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർ വളരെ സ്പീഡിൽ ജപിച്ച് ഇതെങ്ങനെയെങ്കിലും ജപിച്ച് തീർക്കണം എന്ന് വിചാരിച്ച് ജപിക്കുന്നവരാകരുത്. ഇത് വളരെ പതിയെ സമയമെടുത്ത് ഭഗവാന്റെ ആ 1000 നാമങ്ങൾ ഭഗവാനെ വിളിക്കുന്നത് പോലെ നമ്മൾ ജപിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന മാറ്റം നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. സംശയമുള്ളവർ ഒന്ന് ജപിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഈ വൈശാഖ മാസത്തിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.